പക്ഷേ സോഷ്യൽ മീഡിയയിൽ പറയുന്ന 90% തെറ്റാന്നുള്ളത് അച്ഛനോട് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ 25 വർഷമായിട്ടുള്ളതുകൊണ്ട് പറയുന്നതാണ്. ഇപ്പം നമുക്കൊക്കെ വെച്ച് വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ക്ലയൻസ് തന്നെയാണ് ഫണ്ട് മാനേജർ. ആദ്യം ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവിടുന്ന് പൈസ എടുത്ത് ഗോൾഡ് ഇട്ടു, നമ്മൾ പോലും അറിയാതെ. അപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഗോൾഡിൽ ഇട്ടു. ഗോൾഡ് പതുക്കെ താഴെ പറയുമ്പോൾ പെട്ടെന്ന് എല്ലാ പൈസ കൊണ്ട് സിൽവർ ഇട്ടു. ഇപ്പൊ സിൽവറും താഴാൻ തുടങ്ങി. ഇപ്പൊ ആകെ കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പൊ ഞങ്ങളെപ്പോലുള്ളവർ പറഞ്ഞു, നിങ്ങൾ ഇടുന്ന സിൽവർ ഇട്ടോ, ഗോൾഡ് ഇട്ടോ, മ്യൂച്വൽ ഫണ്ട് ഇട്ടോ, എല്ലാം അസറ്റ് അലോക്കേഷൻ ചെയ്ത് കറക്റ്റ് ചെയ്യും. നമ്മുടെ ലോകത്ത് പല യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഈ ലോകത്ത് ജീവിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് തന്നെ എനിക്ക് പേടിയുണ്ട്, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഇപ്പം ഇൻവെസ്റ്റ് ചെയ്താൽ സേഫ് ആണോ എന്നുള്ളത്. ഇപ്പോൾ ഒരാൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എവിടെ തുടങ്ങുന്നതായിരിക്കും നല്ലത്? എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അസറ്റ് അലോക്കേഷൻ, ഏജ് -100, അതാണ് മന്ത്ര. അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പൈസ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാർക്കറ്റ് താഴെ പോകുന്ന സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ യുദ്ധം വന്നാലും ഫിനാൻഷ്യൽ പരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചൊന്നും പേടിക്കേണ്ടതാണ്. അല്ല, നമ്മൾ കറക്റ്റ് അസറ്റ് അലോക്കേഷൻ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഒന്നിനെ കുറിച്ച് പേടിക്കേണ്ട. ഇവിടെ എന്നാ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ കഴിഞ്ഞൊരു 3-4 വർഷത്തെ റിട്ടേൺസ് കണ്ടിട്ട് ചില ആളുകൾ അവരുടെ എൻ്റെയർ സമ്പാദ്യങ്ങൾ ഈ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് ഫ്ലോ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ 1 കോടി രൂപ കയ്യിലുള്ളൊരു വ്യക്തി, ഒരു എക്സാമ്പിൾ, അല്ലെ 10 ലക്ഷം രൂപ കയ്യിലുള്ളൊരു വ്യക്തി ആദ്യം 1 ലക്ഷം രൂപ ഇട്ടു. അത് നല്ല റിട്ടേൺ കിട്ടിയപ്പോൾ പതുക്കെ ഈ 10 lakhs ഇപ്പോൾ ഈ റിസ്ക്കുള്ള ഈ മ്യൂച്വൽ ഫണ്ട്സിലോ ഷെയറിലോ വന്നിട്ടുണ്ട്. അവർക്ക് ഭയങ്കര റിസ്ക്കാണ്. അതുകൊണ്ടാണ് അവർ ടെൻസ്ഡ് ആകുന്നത്. ഇനി എന്നത് മുതൽ വരുമ്പോൾ എടുത്തുകൊണ്ട് പോകണം. ഇപ്പം ഞാൻ തന്നെ പറയാം, നമ്മളിപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ 25 വർഷമായിട്ടുള്ളതുകൊണ്ട് പറയുന്നതാണ്. ഇപ്പം നമുക്കൊക്കെ വെച്ച് വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ക്ലയൻസ് തന്നെയാണ് ഫണ്ട് മാനേജർ. ആദ്യം ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവിടുന്ന് പൈസ എടുത്ത് ഗോൾഡ് ഇട്ടു, നമ്മൾ പോലും അറിയാതെ. ചില ക്ലയൻസ് നോളജബിൾ ആണ് ഇപ്പോൾ എല്ലാവരും. പിന്നെ സോഷ്യൽ മീഡിയ ആണല്ലോ ഇപ്പോഴത്തെ ഫണ്ട് മാനേജർ, എല്ലാം അറിയാം. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്ന 90% തെറ്റാന്നുള്ളത് അച്ഛനോട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഗോൾഡിൽ ഇട്ടു. ഗോൾഡ് പതുക്കെ താഴാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് എല്ലാ പൈസ കൊണ്ട് സിൽവർ ഇട്ടു. ഇപ്പം സിൽവറും താഴാൻ തുടങ്ങി. ഇപ്പം ആകെ കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പം ഞങ്ങളെപ്പോലുള്ളവർ പറഞ്ഞു, നിങ്ങൾ ഇടുന്ന സിൽവർ ഇട്ടോ, ഗോൾഡ് ഇട്ടോ, മ്യൂച്വൽ ഫണ്ട് ഇട്ടോ, എല്ലാം അസറ്റ് അലോക്കേഷൻ ചെയ്ത് കറക്റ്റ് ചെയ്യും. ഇവിടെ സംഭവിക്കുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നമ്മൾ ഒരു ഹൈ എൻഡ് വണ്ടി ഓടിച്ചുകൊണ്ട് ഹൈവേ പോകുമ്പോൾ നമ്മുടെ ബാക്കിൽ കൂടെ ഒരു ചെറിയ വണ്ടി അൾട്ടോയോ കേറ്റോ സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് വാശിയാവും. എന്നെക്കാട്ടിയും വലിയ നമ്മളിതിൻ്റെ പുറകെ വാശിക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 2 പേരും ആക്സിഡൻറ്റ് വീഴും. ഇതാണ് സംഭവിക്കുന്നത്. എവിടെ റിട്ടേൺ കൂടുതലുണ്ടോ അതിനെ ചേസ് ചെയ്യുക. നമ്മളങ്ങനല്ല, നമുക്ക് ഗവൺമെൻറ് തന്നിരിക്കുന്ന സ്പീഡുണ്ട് 70-80. ആ സ്പീഡ് അവിടെ ഇഷ്ടം പോലെ റിട്ടേൺ കൊടുക്കും. ചിലർ സ്പീഡിൽ പോയതൊന്നും നമ്മൾ ഫോളോ ചെയ്യാൻ പോകണ്ട. സ്ട്രാറ്റജിക്കലി നമ്മൾ നമ്മുടെ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുക. നമുക്കൊരു വഴിയുണ്ട്, നമുക്ക് വേണം. അതിന് വഴി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഫൈനാൻഷ്യൽ സർവീസ് പ്രൊവൈഡർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. അവർ പറയുന്ന കേൾക്കുക. അവരറിവുള്ള ആളാണോ ഇല്ലയെന്നോടുകൂടി ടെസ്റ്റ് ചെയ്തോണം. അങ്ങനെ ഉണ്ടെങ്കിൽ യുദ്ധം വന്നാലും മണ്ണിടിഞ്ഞ് വീണാലും സുനാമി വന്നാലും ഒന്നും ഒരു പ്രശ്നം വന്നില്ല. കാരണം സുനാമി വന്ന് നമ്മളുണ്ടെങ്കിൽ ആവശ്യം